ജസ്റ്റ് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ, മുടി വളരുമ്പോൾ വെട്ടുക, ആ ഒരു ടൈപ്പാണ്. ഞാൻ അങ്ങനെ സ്പ്രേ ആണ്, ഹെയർ സ്പ്രേ ആണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ഞാൻ അങ്ങനെ ഇടാറില്ല ഹെയർ കെയർ വീഡിയോ, പക്ഷേ ഈ ഒരു ടിപ്പ് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എൻ്റെ തലയിൽ അത്യാവശ്യം നല്ല താരം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനം, അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു സാധനം ഉപയോഗിച്ചതിന് ശേഷം മാറിയതാണ്. ജസ്റ്റ് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാനൊരു 1 മന്തോളം യൂസ് ചെയ്തപ്പോഴാട്ടോ ഇത് മാറ്റേണ്ടായത്. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും. ഞാനിവിടെ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കണതിൻ്റെ മുന്നേ ഞാനൊരു ചെറിയൊരു ചലഞ്ച് പോലെ, ചലഞ്ചല്ല, ഒരു ജേണി, ഒരു 7 ദിവസമല്ല 14 ദിവസത്തെ വീഡിയോ ആയിരിക്കും. പക്ഷെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 7 വീഡിയോ ഞാൻ 7 ടിപ്സ് ഞാൻ പറഞ്ഞുതരാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഹെയർ ഗ്രോത്ത് എന്ന് പറയണില്ല, ഞാൻ അത്യാവശ്യം മുടി വളരുമ്പോൾ വെട്ടുക, ആ ഒരു ടൈപ്പാണ്. ഞാൻ അങ്ങനെ മുടി നീട്ടി വളർത്തുന്ന ടൈപ്പല്ല, പക്ഷേ അത്യാവശ്യം ഹെൽത്തിയോടെ വളരാൻ വേണ്ടിയിട്ടുള്ളൊരു 7 ദിവസത്തെ ഒരു ചലഞ്ച് പോലത്തെ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ നാളെ വീഡിയോ ഇല്ല, പിന്നെ മറ്റന്നായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ. അതായത് ഇതൊരു സ്പ്രേ ആണ്, ഹെയർ സ്പ്രേ ആണ്. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ രാത്രിയും ഇത് സ്പ്രേ ചെയ്തിട്ട് കിടക്കുകയോ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തലയിൽ അങ്ങനെ സ്റ്റിക്കി ആയിട്ടോ ഓയിലി ആയിട്ടോ ഒന്നും നിൽക്കില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അധികം സ്പ്രേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല തലയിൽ കൂടെ അങ്ങനെ ഒലിച്ചിറങ്ങണ പോലെ ഒന്നും യൂസ് ചെയ്യാതിരുന്ന നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ഉലുവ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഉലുവ എത്രത്തോളം നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഉലുവയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ കാണുന്ന ഇത്രയും അളവിൽ മാത്രമാണ് ഞാൻ ഉലുവ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് വാട്ടറിൽ എന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇത്ര ഉലുവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത്ര എടുത്താൽ തന്നെ നിങ്ങൾക്ക് അതൊരു 1 വീക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. 1 വീക്കിൽ കൂടുതൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് യൂസ് ചെയ്യാൻ ഉണ്ടാവാറില്ല. 1 ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഉലുവ മാത്രം മതി. ഇതിൽ ഞാൻ ഇടയ്ക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും പൊട്ടിച്ചൊഴിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലും കൂടി ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലും ഇത് രാവിലെ ഇപ്പോൾ മുടിയൊക്കെ കെട്ടുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മൊത്തം കെട്ടി വെക്കുമല്ലോ, മേക്കപ്പൊക്കെ ചെയ്യണതിൻ്റെ മുന്നേ. അങ്ങനെ ആ മൊത്തം കെട്ടർത്ത് കെട്ടി വെക്കുമ്പോഴാണ് ഞാനിത് തേക്കാറ്. പിന്നെ രാത്രി കിടക്കണതിൻ്റെ മുന്നേ, രാത്രി മുടഞ്ഞിടുമല്ലോ, അപ്പോഴുമാണ് ഞാൻ ഇത് തേച്ചിട്ട് മുടഞ്ഞിടാറാണ് പതിവ്. അങ്ങനെ 2 നേരത്താണ് ഞാൻ ഡെയിലി ഇത് ചെയ്തിരുന്നത്. ഞാനതൊരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഹെയർ പാക്കൊക്കെ ഇടാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും താരൻ പോകാൻ വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഹെയർ പാക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സാധനമാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റേ ഹെയർ പാക്കൊക്കെ ഞാൻ വീക്ക്ലി വൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ 1 മന്ത് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല താരം മാറിയിട്ടുണ്ടായിരുന്നു. നല്ല മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ താരൻ്റെ ഒരു പ്രശ്നം തീരെ വന്നിട്ടില്ല. ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക, ചൂടാറിയതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. അത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്ന ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ, ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ സ്പ്രേ ബോട്ടിലൊന്നല്ല, സാനിറ്റൈസറിൻ്റെ പഴയ കുപ്പി ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് എൻ്റെ സ്പ്രേ ബോട്ടിൽ. അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടാണ് ഞാൻ തലയിൽ സ്പ്രേ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കൺവീനിയൻറ്റ്, നിങ്ങൾക്ക് കൈകൊണ്ട് തേക്കാനാണ് കൺവീനിയൻ്റ് എങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു പാത്രത്തിലാക്കി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലാതെയോ സൂക്ഷിക്കാവുന്നതാണ്. അല്ലാതെ സൂക്ഷിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 2-3 ദിവസം ഇരിക്കുന്നുണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷെ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ല് വരുന്നുണ്ടാവും. കൂടുതലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹെയർ കെയർ ടൈപ്സും ബ്യൂട്ടി ടിപ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഈ 7 ദിവസത്തെ ചലഞ്ച്, 7 ദിവസമല്ല കറക്റ്റ് പറയുകയാണെങ്കിൽ 14 ദിവസത്തെ ചലഞ്ചാണ്, 1 ഡേ ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അത് ഇതുപോലത്തെ ടിപ്സും ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഞാൻ ഈ എങ്ങനത്തെ വീഡിയോ ഇടണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് പറയുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.